നമസ്കാരം. വിഷൻ 24 വാർത്തകളിലേക്ക് സ്വാഗതം. കായക്കൊടി പഞ്ചായത്തിലെ എള്ളിക്കാമ്പാറയിൽ ഭൂചലനം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ജിയോളജിക്കൽ വിഭാഗം. ഭൂമിക്കടിയിൽ ചെറിയ ചലനം ഉണ്ടായിട്ടുള്ളതാകാമെന്നും വിശദ പരിശോധനയ്ക്ക് ശുപാർശ ചെയ്യുമെന്നും ജിയോളജിക്കൽ വിഭാഗം വ്യക്തമാക്കി. റിപ്പോർട്ട് ഇന്ന് കളക്ടർക്ക് സമർപ്പിക്കുമെന്നും ജിയോളജിസ്റ്റ് ഡോക്ടർ CS മഞ്ജു വ്യക്തമാക്കി. തുടർച്ചയായ 2 ദിവസങ്ങളിൽ ഈ ഭൂചലനം ഉണ്ടായി. രാത്രി 8 മണിക്കുമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണമെന്ന് ഇപ്പോൾ വ്യക്തമല്ല. CS മഞ്ജു ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. അവരുടെ അഭിപ്രായത്തിൽ ആശങ്കയ്ക്ക് വകയില്ല എന്നുള്ളതാണ് പറയുന്നത്. കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കും. സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പാണ് ഇതിൽ വിദഗ്ധ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് പഠനം നടത്തേണ്ടത് എന്നവർ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ആശങ്ക, ഈ ഭാഗത്ത് സമാനമായ രീതിയിലുള്ള ചില കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രളയ സമയത്ത് ഭൂമിക്കടിയിൽ നിന്നും ഒരു വലിയ ശബ്ദം രാത്രിയും കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള വീട്ടുകാരെ മാറ്റി താമസിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവർ ഷെൽട്ടറുകളിലേക്ക് മാറ്റിയിരുന്നു. നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തൊട്ടടുത്തുള്ള സ്ഥലത്ത് തുടർച്ചയായി ഇടിമിന്നലുണ്ടാകുന്നു. ഒരു സ്ത്രീ മരണപ്പെട്ടു. ഒരു സ്ത്രീയുടെ കഴിഞ്ഞ വർഷവും അവിടെ ഇടിമിന്നലുണ്ടായി. മറ്റൊരു ഭാഗത്ത് ചുഴലിക്കാറ്റുണ്ടാകുന്നു, ഈ പഞ്ചായത്തിന്റെ തന്നെ ഒരു ഭാഗത്ത്. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സർക്കാരിനോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സമഗ്രമായൊരു പഠനം ദുരന്ത നിവാരണ വകുപ്പിനെ വെച്ചുകൊണ്ട് എന്താണ് ഇതിന് കാരണം, ആ കാരണം കണ്ടെത്തി ശാശ്വതമായ ഒരു പരിഹാര നടപടികൾ സ്വീകരിക്കാൻ സന്നദ്ധമാവണം. ഇപ്പൊ 2-ാം ദിവസം കഴിഞ്ഞു. ഇനി 3-ാം ദിവസം ഇന്ന് രാത്രിയാകുമ്പോഴേക്കും ആളുകൾ ഉത്കണ്ഠാകുലരാണ്, എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ ഈ നിലയിൽ വർഷകാലം വരാൻ പോകുന്നു. അപ്പോൾ ഈ വർഷകാലത്തിന് മുമ്പ് തന്നെ ഈ പഠനം നടത്തി അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണം. MLA ഒക്കെ നന്നായി ഇടപെട്ടിട്ടുണ്ട്. ജില്ലാ കലക്ടറും ഉദ്യോഗസ്ഥരുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല അഭ്യർത്ഥിക്കുകയാണ്. നല്ല നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എള്ളിക്കാമ്പാറ, കാവിൻ്റെ അടുത്ത്, പുന്നത്തോട്ടം, കരിമ്പാലക്കണ്ടി, പാലോളി തുടങ്ങി 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഭൂചലനം ഉണ്ടായെന്നായിരുന്നു പ്രദേശവാസികൾ പറഞ്ഞത്. മെയ് 16 രാവിലെ 8 മണിക്ക് ചെറുതായി അനുഭവപ്പെട്ട ഭൂചലനം വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെ കൂടുതൽ ശക്തിയിൽ അനുഭവപ്പെടുകയായിരുന്നു. ഇന്നലെ പിന്നെ ഇതുണ്ടായതെന്ന് വെച്ചാൽ ഈ ഒരു 1.5 കിലോമീറ്റർ ദൂരം എന്ത് ഇതിന് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്ന തോന്നുന്നത് വെച്ചാൽ എല്ലാവരും കുലുക്കുണ്ടായിരിക്കുന്ന എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ എവിടെയും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പറയാനാവും. നവരക്കോട്ട് പ്രദീപൻ, PT രാജീവൻ, അശോകൻ കുളത്താംകുഴി, ശശി നെടുകുന്നത്ത്, ദിനേശൻ നെടുകുന്നുമ്മൽ, സുനിത തോട്ടുംകര, സുരേന്ദ്രൻ തോട്ടുംകര, ചന്ദ്രി തോട്ടുംകര തുടങ്ങിയവരുടെ വീടുകളിൽ നേരിയ തോതിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി പറയുന്നു. വീടുകളിലെ കസേര ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്ക് ചലനമുണ്ടാവുകയും കട്ടിലിൽ കിടക്കുകയായിരുന്ന വീട്ടുകാർക്ക് തലയ്ക്ക് അടികിട്ടിയതുപോലെ അനുഭവപ്പെട്ടതായും പ്രദേശവാസികൾ പറഞ്ഞു. ഇന്നലെ രാത്രി 8 മണിക്കാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. ഇവിടെ നിന്ന് വാർപ്പിന്റെ മുകളിൽ നിന്ന് എന്തോ ഇങ്ങനെ വീഴും പോലെ തോന്നി. ഞാൻ അവിടെ ഇരിക്കുന്നതിന് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ തലയിൽ വന്ന് എന്തോ അടിക്കുന്നാളെന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ മോള് കാലിന് പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്നതിന് അപ്പൊ ഓളും ആത്തുനിന്ന് ഓടി വന്ന് എന്താ ശബ്ദം കേൾക്കുന്നതെന്ന് ചോദിച്ചു. അവിടെ പിന്നെ ഇവിടെ കസേലയെല്ലാം ഒന്ന് കുടുങ്ങി. അപ്പോൾ ഞാൻ മെമ്പറെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. മെമ്പറെ ഇന്നലെ നടന്നതിൻ്റെ തൊട്ടന്നെ ഇന്ന് നമുക്ക് എന്തോ നടക്കുന്നുണ്ട്, എന്താ മെമ്പറെ ചെയ്യുന്നത്. മെമ്പർ പറഞ്ഞു ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് മെമ്പർ പെട്ടെന്ന് എത്തി. മെമ്പർ വന്നേരം ഇവിടുന്ന് എല്ലാവരെയും വിളിച്ചു വരുത്തി. പിന്നെ കൃഷി ഓഫീസർ വന്ന്, പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന്, അങ്ങനെ എല്ലാവരും വന്ന് എല്ലാവരെയും വിളിച്ച് നോക്കി. ഇവിടുന്ന് എല്ലാവരും ഇങ്ങനെ അനുഭവപ്പെട്ടിപ്പോ നോക്കുമ്പോൾ എല്ലാവരും അനുഭവപ്പെട്ടിട്ടെന്ന് പറഞ്ഞ്. അപ്പൊ ഞാളെല്ലാം പേടിച്ച് ഞാൾ ഇന്നലെ രാത്രി എങ്ങനെയാ നേരം വെളുപ്പം ഉറക്കത്തെന്തോ സംഭവിക്കോളി എന്നുള്ളൊരു പേടിയും കൊണ്ടാ കിടന്നത്. ഇന്നലെ 2 പ്രാവശ്യം ഇങ്ങനെ ആയതുകൊണ്ട് വീട്ടിലെ അങ്ങനെ സാധനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇളകുവോ അല്ലെങ്കിൽ അങ്ങനെ ഉരുണ്ടുപോകും? അതൊന്നും ചെയ്തിട്ടില്ല. കസേല ഇളകിന്ന് ഇവിടുന്ന് ഇന്നലെ. അത് നോക്കിയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാന്ന് പറഞ്ഞു.
ഇത് ഭൂകമ്പാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞു ഞാൻ. ഇല്ലല്ലോ, പഠിച്ചിട്ട് പറയാം. നിങ്ങളെ പേര്? ലീല. പരിഭ്രാന്തരായ ജനങ്ങൾ വീട് വിട്ട് ഇറങ്ങുകയുമായിരുന്നു. തുടർന്ന് ഇന്നലെ കാലത്ത് കളക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക സംഘം സ്ഥലം സന്ദർശിച്ചത്. ഡെപ്യൂട്ടി തഹസിൽദാർ എസ് ഓമനക്കുട്ടൻ, ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ എസ് വരുൺ, കായക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ഷിജിൽ, കായക്കുടി വില്ലേജ് ഓഫീസർ ബിജു, തൊട്ടിൽപ്പാലം സബ് ഇൻസ്പെക്ടർ സുബിൻ ബിജു, എം കെ ശശി, ഒ പി മനോജൻ, പി പി നിഖിൽ, എം റീജ, പി പി നാണു, ബിജു കായക്കുടി, വി പി സുരേന്ദ്രൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു.